ആനോ പിന്നെ ഞങ്ങൾ ഇന്നാളെ തീരുമാനം ഉണ്ടാക്കിയിരുന്നു. ഇപ്പം പെണ്ണിനെ കൂട്ടി കൊണ്ടുപോകണം. ആലുമുട്ടകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നതിന് തീരുമാനത്തിൽ എത്ര എന്താ പെണ്ണൊന്ന് കൊണ്ടുപോകണം. ഞാൻ അന്നെ പറ്റി കുറേ പരാതി പ്രശ്നങ്ങളൊക്കെ പിന്നെ ഞാൻ അറിഞ്ഞു. അതൊക്കെ പോട്ടാന്ന് വിഷയമാക്കണ്ടെങ്കിൽ എന്നാൽ പെണ്ണിനെ കൂട്ടി കൊണ്ടുപോവുക, നല്ലവർക്ക് ജീവിച്ചു പോവുക. അല്ലെങ്കിൽ നിന്റെ കോലം മാറും. നിന്റെ വെറുതെ നിൽക്കുന്ന ഞാൻ. അതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ അവനോട് വിളിച്ചല്ലേ, ഓൻ ഇവിടെ ഹോസ്പിറ്റലിലാണ്, അവിടെയാണ് ഇവിടെയാണ് ഇറങ്ങാണ്ട് ഒഴിഞ്ഞു മാറല്ലേ. ഇതിനെ തീരുമാനം വേണ്ട നമുക്ക്. അതിനാണ് ഇപ്പൊ എന്നോട് വിളിച്ചെത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു മാറിയതൊന്നുമല്ല, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒഴിഞ്ഞു മാറിയതാണെങ്കിൽ ഇപ്പൊ ഇന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. വേറെയുള്ള കാര്യം എന്താ വെച്ചാൽ എനിക്ക് അതിനെ പറ്റി കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ എനിക്കുണ്ട്. അതും നിങ്ങൾ കേൾക്കണം. നടക്ക് പറയാനുള്ളത് പറയച്ചെന്നാല് കേക്കട്ടെ. ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, എന്താ ഇപ്പൊ എന്റെ അമ്മോസൻ, ഇതിപ്പോ എന്റെ അമ്മോസനാണ്. എന്താണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിരിക്കണേ, എന്താ ഏതാന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വിളിച്ച കാര്യം പറഞ്ഞത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണെന്ന്. ഇപ്പൊ നിങ്ങൾ വിളിച്ച് ഞാൻ വന്നു, അമ്മോസ ഇരിക്കണേ, എന്താണ് എന്താ ഞാൻ ചെയ്യേണ്ടത്, നിങ്ങളേനാ പറയും. മാനോ ആലമുട്ടിയാക്കാന്റെ മകളെ എനിക്ക് കൊണ്ടോണിയിൽ വല്ല എന്തെങ്കിലും എനിക്ക് പ്രശ്നം ഉണ്ടായില്ലേ, അത് ആദ്യം പറയാം. പിന്നെ അയാൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ചേള മകളെ പണ്ട് കംപ്ലീറ്റ് വിറ്റിക്കണെന്നാ പറയുന്നത്. അന്നെ വിശ്വസിച്ചിട്ടാണ് ആ മോളെ അന്നെ ഏൽപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മുഴുവൻ വിറ്റിക്കാണ്ട് കേൾക്കാൻ പാടുണ്ടോ? പണ്ട് 20 ആയാലും 10 ആയാലും അവനാന്റെ പെണ്ണുങ്ങളാണെങ്കിൽ അവനാന്റെ പെണ്ണുങ്ങളെ പണ്ടം അത് എടുക്കലും വെക്കലും അവനാന്റെ കാര്യത്തിലും ഉപയോഗിക്കലൊക്കെ കാര്യങ്ങളാണ്. നമ്മളെ ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിച്ച്. അപ്പൊ നമ്മളെ ബുദ്ധിമുട്ടിന് നമ്മളത് കൈകാര്യം ചെയ്തു. ഞാനൊരു ബിസിനസ് സംബന്ധമായ കാര്യത്തിൽ അത് എടുത്ത സത്യമാണ്. ഇനിയിപ്പോ അത് പിന്നെ ഇതാക്കാൻ നിൽക്കണം, അത് ശരിയാണ്. അത് സത്യത്തിൽ അത് നടന്നില്ല, എന്റെ പൈസ പോയി. ഈ കാക്കാന്റെ മോളെ അന്ന് അവിടെ ഗേറ്റിനെ കൊണ്ടേ വിട്ടുകാണ്ട് ഇത് ആ പോക്കാണ് പോയതാണെന്നാണ് ഈ കാക്ക പറഞ്ഞത്. പിന്നെ ഇതിന് തീരുമാനം വേണ്ട നമുക്ക്. നമ്മളെ കുട്ടീനെ കൂട്ടി കൊണ്ടുപോകണം. ഒരു മനസ്സമാനത്തോട് കൂടി ജീവിക്കണം. അതാണ് നമ്മളെ ആവശ്യം.